50 പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ സംസ്ഥാനത്തെ ബെസ്റ്റ് അത്ലറ്റായി തിരഞ്ഞെടുത്ത മിസ് സാന്ദ്രമോൾ സാബു, മികച്ച ഫുട്ബോളറായി സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ തിരഞ്ഞെടുത്ത ഷഹീബ് അലി കാരയിൽ, സാന്ദ്രമോളുടെ പിതാവ് സാബു, മാതാവ് മഞ്ജു, ഷഹീബ് അലി കാരയിലെ പിതാവ് വാപ്പ മുഹമ്മദ് അലി, ഉമ്മ റംല, തങ്കപ്പ സാറിനെ സ്നേഹിക്കുന്ന, തങ്കപ്പ സാർ സ്നേഹിച്ചിരുന്ന കൊല്ലത്തെ പ്രിയപ്പെട്ട ഞങ്ങൾ ക്ഷണിച്ചു വന്ന അതിഥികളായ ബഹുമാന്യരെ, QSC അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് കൊല്ലത്തിൻ്റെ നഗരസഭാ അധ്യക്ഷനും QSCയുടെ അമരകാരണമായിരുന്ന ശ്രീ കെ തങ്കപ്പൻ്റെ 9ാം ചരമവാർഷിക ദിനം ഈ അനുസ്മരണ സമ്മേളനത്തോടെ QSC ആചരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷങ്ങളും 1ാം കെ തങ്കപ്പൻ അനുസ്മരണ സമ്മേളനം കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் ഉദ്ഘാടനം ചെയ്ത് അന്നു മുതൽ ഈ 8 വർഷവും കേരളത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റിനും ഏറ്റവും മികച്ച ഫുട്ബോളറിനും ഈ ചടങ്ങിൽ ഈ ഡിസംബർ 15-ാം തീയതി നമ്മൾ 25,000 രൂപ ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി പോരുന്നു. കേരളത്തിലെ പ്രമുഖരായ ഒട്ടുമിക്ക നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വർഷം 9ാം കെ തങ്കപ്പൻ അനുസ്മരണ ദിനത്തിൽ അവാർഡിന് ഈ ബന്ധപ്പെട്ട സംസ്ഥാന അസോസിയേഷൻ തിരഞ്ഞെടുത്ത സാന്ദ്രമോളും ഷഹീബ് അലി കാരയിലും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് 8 വർഷവും അവാർഡുകൾ നേടിയ നിരവധി താരങ്ങൾ, ശ്രീശങ്കർ, അനുപ്രിയ, സാന്ദ്ര തുടങ്ങിയ അത്ലറ്റുകൾ, സഞ്ജു, ഷഹീബ് അലി തുടങ്ങിയ ഫുട്ബോളർമാർ, ഇവരൊക്കെ പിൽക്കാലത്ത് ഉന്നതമായ നിലയിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഉന്നത തലങ്ങളിലെത്തി രാജ്യത്തിനും സംസ്ഥാനത്തിൻ്റെയൊക്കെ യശസ് വർദ്ധിപ്പിച്ചെന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഒരുപാട് അറിയാം. തൊട്ടി കോളനി അടക്കമുള്ള അതിൻ്റെയൊക്കെ മാറ്റങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വം. അവിടുന്ന് അപ്പുറത്തോട്ട് നീങ്ങുമ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുവാനും അതിൽ നിന്ന് വളരെയേറെ തിക്ത അനുഭവങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് നേടുവാനും ഒക്കെ കഴിഞ്ഞതാണ്. എന്തെങ്കിലും വിട്ടുകൊടുക്കാതെ അത് നേതൃത്വം നൽകി അതിൻ്റെ നേതാവായി വളർന്നു വന്ന തങ്കപ്പൻ സാർ. വേറെ ഘട്ടം നോക്കുമ്പോൾ അദ്ദേഹം സ്പോർട്സ് രംഗത്ത് കേരളത്തിൻ്റെ സ്പോർട്സിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ കേരളത്തിലെ വളരെ പ്രമുഖരായ ഒരുപാട് പേരുണ്ടെങ്കിലും അതിൽ എണ്ണപ്പെട്ട ഒരാളായിരുന്നു തങ്കപ്പൻ സാർ. സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ, അതിലൊരു ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി അടക്കം, ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ രൂപീകരണം അടക്കം അതിൻ്റെ വളർച്ചയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നമുക്ക് മാതൃകകളാണ്. അദ്ദേഹത്തെ കണ്ട് ഒരുപാട് പേര് സ്പോർട്സിലേക്ക് വന്നവരുണ്ട്. സ്പോർട്സിൽ കൂടി ഒരുപാട് പേർക്ക് ജോലികൾ നേടാൻ കഴിയുമെന്ന തരത്തിലേക്ക് അവരെ നയിക്കുവാൻ പ്രാപ്തനായിരുന്നു തങ്കപ്പൻ സാർ. ഒരുപാട് QSC തന്നെ മെമ്പർമാരും അല്ലും ഉദ്യോഗത്തിലേക്ക് കടന്നത് സ്പോർട്സ് രംഗത്ത് കൂടി വന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്ന് തങ്കപ്പൻ സാർ ഉണ്ടായിരുന്ന തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് സ്പോർട്സിന്റെ വികസനം ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് പോലും തക്കതായ സംഭവങ്ങളില്ലാത്ത സമയത്ത് അതിനെതിരെ പോരാട്ടം നടത്തി നമ്മുടെ സ്പോർട്സ് രംഗത്തിന്റെ വളർച്ചയുടെ പടവുകൾ കടത്തിയിട്ട ഒരു നേതാവായിരുന്നു തങ്കപ്പൻ. ഒരു കാര്യമുണ്ടായിരുന്നു, ഇവരൊരു ത്രിമൂർത്തികൾ എന്ന് ഞങ്ങൾ പറയുന്ന 3 പേരുണ്ടായിരുന്നു. ഒന്ന് തെങ്ങമ്മ, ഒന്ന് തങ്കപ്പൻ സാറ്, മറ്റത് നമ്മളെ ഡോക്ടർ രാജാകൃഷ്ണൻ. അവസാന ഘട്ടത്തിൽ നമ്മുടെ വിശ്വനാഥ് സാറും അതിനകത്ത് ഒരു കക്ഷിയായി അവരുടെ ഒരു ഗ്യാങ്ങിലെ ആളായി മാറുകയുണ്ടായി. കൊല്ലത്തെ ഏത് വിഷയത്തിലും അഭിപ്രായം പറയാൻ, നിർദ്ദേശം പറയാൻ, ഇങ്ങനെ ആയിരിക്കണം തീരുമാനങ്ങളെന്ന് പറയുന്നതിന് ആ ഒരു ആർജവമുള്ള നേതൃത്വമായിരുന്നു തങ്കപ്പൻ സാറിൻ്റേത്. ആ നേതൃപാഠവുമാണ് ഏറ്റവും പ്രധാനം.
അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ എൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചു, ഈ ഇന്നത്തെ പോലീസ് അല്ലല്ലോ. അന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ കയറാൻ പലർക്കും മടിയുള്ളൊരു കാലഘട്ടമാണ്. എത്തി നോക്കട്ടവേ ഉള്ളൂ. അകത്ത് പെട്ടതുമാണ്. സ്റ്റേഷനകത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ടതുമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി അകത്താകപ്പെടുമ്പോൾ സംരക്ഷകരായി ഓടിയെത്തുന്ന, സമയത്ത് ഭക്ഷണം വാങ്ങിച്ചു തരുന്ന, അതിനകത്ത് വെച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ അനുവദിക്കുന്നതൊന്നും ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അതെല്ലാം വളരെ നിർബന്ധപൂർവ്വം വന്ന് നിന്ന് ഭക്ഷണം വാങ്ങിച്ച് അത് തന്ന് കേസ് എഴുതിപ്പിച്ച് അത് കോടതി കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുപ്പിച്ച്, സ്റ്റേഷൻ ബെയിലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് ബെയിൽ എടുപ്പിച്ച് ആ തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ഒരു രക്ഷകൻ തന്നെയായിരുന്നു തങ്കപ്പ സാറ്. അതുപോലെ തന്നെ ഏതെല്ലാം മേഖലയിലും പ്രവർത്തിക്കാം. ഭരണരംഗത്തുണ്ട്. 2 പ്രാവശ്യം മുനിസിപ്പൽ ചെയർമാനായിരുന്നയാളാണ്. ജവഹർ ബാലഭവൻ്റെ ഡയറക്ടറായിരുന്നു. പിന്നെ കൊയിലോൺ അത്ലറ്റിക് ക്ലബിന് രൂപവും ഭാവവും ഊർജവും കൊടുത്ത ഒരു മഹാവ്യക്തിയായിട്ടാണ് ഞാൻ തങ്കപ്പ സാറെന്ന് പറഞ്ഞാൽ പോരാ, QAC തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ തങ്കപ്പ സാർ. ഒരുപാട് തങ്കപ്പന്മാരും തങ്കപ്പ സാറുമാരും. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി തങ്കപ്പ സാറിനെ അറിയണമെങ്കിൽ തങ്കപ്പ സാറിൻ്റെ പേരിൻ്റെ മുമ്പിൽ QAC തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തങ്കപ്പ സാറ് എന്ന് തിരിച്ചറിയാൻ കഴിയും. 9 വർഷം കഴിഞ്ഞു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട്. നമ്മുടെ എല്ലാ രംഗത്ത് നിന്നും മാറി ഇപ്പോൾ 9 വർഷം കഴിഞ്ഞപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തങ്കപ്പ സാറ് കൂടുതൽ ശക്തിയായി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരു മനുഷ്യന് കിട്ടാവുന്നത് എന്താണ്? മരണശേഷം കിട്ടുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലതും പറയും, പലതും പറയാറുമുണ്ട്, പലതും ചെയ്യാറുണ്ട്. പക്ഷേ അതെല്ലാം മാറി മരണത്തോടുകൂടി ആ മനുഷ്യനെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുന്ന ഒരു പാരമ്പര്യ സംസ്കാരം ഉണ്ട് എങ്കിൽ അതിന് മകുട ഉദാഹരണമാണ് വാസ്തവത്തിൽ തങ്കപ്പ സാറ് എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്നു. കുഴപ്പമല്ല. തൊട്ടുമുമ്പ് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളുകളല്ല, വ്യത്യസ്തമായ ചേരികളിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ ഒരു വീക്ഷണത്തിൽ കൂടി തങ്കപ്പ സാറിനെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നുള്ളത് ആണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ തങ്കപ്പ സാറിന് വിവിധ മേഖലകളിലുള്ള പരിചയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പരവൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന് ചാത്തന്നൂരിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ഗുരുദാസ് സാഹുവിൻ്റെ പഴയ പരിചയം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ റെയിൽവേയിലായിരുന്നു, സർവീസിൽ നിന്ന് അവിടെ യൂണിയനൊക്കെ ഉണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പൊതുരാഷ്ട്രീയത്തിലേക്ക് വന്നത്. സാമാന്യം ദീർഘകാലയളവ് പൊതുരംഗത്ത് നിന്ന ആളാണ്. പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയിൽ CPIMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ഉയർന്ന നേതാവായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ഘടകങ്ങളിലൊക്കെ ഉപരി ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കൊല്ലത്ത്. എന്നുവെച്ചാൽ അദ്ദേഹം ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ തന്നെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പിന്നീട് ഏരിയ സെക്രട്ടറി ആയതൊക്കെ പിന്നീടാണ്. അപ്പം അങ്ങനെ അദ്ദേഹം പൊതുരംഗത്ത് മുനിസിപ്പൽ രംഗത്തെ പ്രവർത്തനം കൊണ്ട് മാത്രമൊന്നുമല്ല, അദ്ദേഹം ഡൽഹിയിൽ നിരന്തരമായി സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ UAC എന്ന് മാത്രമല്ല, ഇവർക്ക് ഈ സ്പോർട്സ് താരങ്ങൾക്ക് തന്നെ ഇങ്ങനൊരു അവാർഡ് കൊടുക്കുന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് വലിയ വാശിയുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട, ഞങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനമായിട്ട് അദ്ദേഹം അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ അനുവാദം മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഇച്ചിരി നേരത്തെ പോകണം, പ്രത്യേക അനുവാദം മേടിച്ചിട്ട് നേരെ ഡൽഹിക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കോട്ടും ഒക്കെ ഇട്ടിട്ട് വളരെ നല്ല ഇംഗ്ലീഷ് പറയുന്ന ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സ്പോർട്സ് സമിതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നത്, കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് അവിടെ പോയി അത് നന്നായി അവതരിപ്പിക്കുന്ന ആളായി മാറും. ഇവിടെ ജവഹർ ബാലഭവൻ്റെ കാര്യങ്ങൾക്ക് വരുമ്പം അത് എനിക്കറിയുന്ന അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ച വാശിയോട്, ഞാൻ MP ആയിരുന്നു, രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് അവിടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം അദ്ദേഹം അനുവദിച്ച് കൊടുക്കുന്നില്ല, അത് എങ്ങനെ മേടിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു വാശിയോടുകൂടിയാണ്.